പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. ഇന്ന് കാമേശ്വര രൂപമായ മഹാദേവനെയും ത്രിമൂർത്തികളെയും മണിപൂര ചക്രത്തെയും അഗ്നിയെയും മുൻനിർത്തിയുള്ള വരികളാണ്. കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുര ശൂന്യക. കാമേശ്വരാസ്ത്രം അതിവിശിഷ്ടമായ അസ്ത്രത്തെയാണ് അമ്മ ഇപ്പോൾ ഭണ്ഡാസുര സൈന്യത്തിൽ പ്രയോഗിക്കുന്നത്. കാമേശ്വരാസ്ത്രമാണ് സകല കാമങ്ങളും അടങ്ങിയ ഈശ്വരന്റെ അസ്ത്രം. മുൻപും പറഞ്ഞതാണ്, കാമങ്ങൾ അടക്കുകയല്ല, കാമങ്ങൾ സ്വയം അടങ്ങുകയാണ്. നമ്മൾ അടക്കിയാൽ അതിനൊരു എഫേർട്ടുണ്ട്. ഇവിടെ ഭഗവാന് ആ എഫേർട്ടില്ല, കാമങ്ങൾ സ്വയം അടങ്ങുന്നു. അങ്ങനെയുള്ള ഈശ്വരന്റെ അസ്ത്രം എന്ന് പറയുമ്പോൾ എന്താണ്, അതിനെ വിളിക്കുന്ന പേര് തന്നെ ദ ഫയർ ഓഫ് കാമേശ്വര എന്നാണ്. ദ ഫയർ ഓഫ് കോൺഷ്യസ്നസ്, അതായത് ചിതഗ്നി. അതാണ് ഈ തൃക്കൺ തുറന്നു എന്ന് നമ്മൾ പറയുന്നത്. ആ ചിതഗ്നിയിൽ നിന്നും ചാരമാക്കപ്പെടുക എന്നുള്ളത് തന്നെ പുണ്യമാണ്. അങ്ങനെയുള്ള കാമേശ്വരാസ്ത്രത്തെ അമ്മ പ്രയോഗിക്കുകയാണ് ഭണ്ഡാസുരന്. അപ്പോൾ എങ്ങനെയാണ് സർവ അഹന്തകളും സർവ അജ്ഞതകളും ബന്ധങ്ങളും എല്ലാം നമ്മളുടെ ഉള്ളിൽ എരിച്ച് കളയുന്ന അസ്ത്രമാണ്. പുറത്തെ യുദ്ധവും അകത്തുള്ള യുദ്ധവും. നിർദഗ്ധ എന്നാണ്, പരിപൂർണമായും ചുട്ടരിച്ച് ചാരമാക്കുന്ന അസ്ത്രം. മന്ത്ര സാധനങ്ങളാൽ നമ്മളുടെ ഉള്ളിൽ ചുട്ടരിക്കുന്ന ആ ഒരു ക്ഷണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ പുറത്തും സഭണ്ഡാസുര. സഭണ്ഡാസുര എന്നാൽ ഭണ്ഡാസുരന്റെ സകല സൈന്യത്തെയും. ശൂന്യക, ശൂന്യക എന്ന് ഉദ്ദേശിക്കുന്നത് ദ ക്യാപിറ്റൽ ഓഫ് ഭണ്ഡാസുര എന്നുകൂടെയാണ്. അതായത് ഭണ്ഡാസുരന്റെ നഗരത്തിനെ വിളിക്കുന്ന പേര് ശൂന്യക എന്നുകൂടെയാണ്. എന്നാൽ മറ്റൊരർത്ഥം എന്താണ്? എംപ്റ്റിനെസ്, വോയിഡ്. നമ്മളുടെ ഉള്ളിലുള്ള സകല ഈഗോയും പോകുമ്പോൾ നമുക്കൊരു വോയിഡ് ഉണ്ടാവും, ഒരു വാക്വം. അവിടെ നിന്നാണ് സെൽഫ് റിയലൈസേഷൻ എന്ന ആ തത്വത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ആ പരമജ്ഞാനത്തിലേക്ക് എത്തുന്ന അവസ്ഥ. അങ്ങനെ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബ്രഹ്മോപയന്ത്ര മഹേന്ദ്രാദി ദേവ സംസ്തുത വൈഭവ. ആ നിമിഷം ബ്രഹ്മ സൃഷ്ടി, ഉപേന്ദ്ര സ്ഥിതി, അതായത് വിഷ്ണു, മഹേന്ദ്ര സംഹാരം. ഈ മൂന്ന് തത്വങ്ങളും നമ്മളുടെ ഉള്ളിൽ ഒരുമിച്ച് വന്നു ചേരുന്നു. എവിടെയാണ്? മണിപൂര ചക്രമായ ഈ അഗ്നി തത്വത്തിൽ. അതായത് ഇവിടെ നിന്ന് അഗ്നിയാണ് പോകുന്നത്. ആ അഗ്നി തത്വം ഇവിടെയും എത്തിച്ചേരും നമ്മളുടെ ചക്രത്തിൽ. ആദി, ആദി എന്നാൽ മറ്റുള്ള ദേവതകളാൽ പൂജിക്കപ്പെടുന്നത്. അതുപോലെ ആദി എന്നാൽ തുടക്കം എന്നൊരർത്ഥവും കൂടി ഉണ്ട്, നമുക്കറിയാം. അതാണ് ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി. ഉപേന്ദ്ര എന്ന വാക്ക് കൃത്യമായിട്ട് ഈ മന്ത്രം ഉപയോഗിച്ചിരിക്കുന്നതിന്റെ കാരണം, ഇന്ദ്രദേവന്റെ സഹോദരനായി ഭഗവാൻ മഹാവിഷ്ണു വാമനാവതാരമെടുത്ത രൂപത്തിലുള്ള പേരാണ് ഉപേന്ദ്ര. വിഷ്ണു സഹസ്രനാമത്തിൽ ഈ വരികൾ പറയുന്നത് ഇങ്ങനെയാണ്: ഉപേന്ദ്രോ വാമന പ്രാംശുരമോഘ ശുചിരൂർജിത. വളരെ കൃത്യമായിട്ടാണ് ഈ പേരുകൾ പറയുന്നത്, ഈ നാമങ്ങൾ ഉച്ചരിക്കുന്നത്. അപ്പോൾ ഉപേന്ദ്ര എന്ന് ഇവിടെ ഉദ്ദേശിക്കുമ്പോൾ തന്നെ ത്രിലോകങ്ങളും അടക്കിയ ഈശ്വരനെ കുറിച്ചാണ് പറയുന്നത്, വാമനനായ. അവിടെ മഹാബലി വരുന്നു, കേരളവും വരുന്നു. അപ്പോൾ ഈ ഉപേന്ദ്രനും ഇവിടെ ചേരുന്നു, മഹേന്ദ്രനും, അതായത് ഇന്ദ്രാദി ദേവതകളും വരുന്നു, സർവ ഇന്ദ്രങ്ങളെയും അടക്കിയ മഹാദേവനെയും കുറിച്ച് പറയുന്നു. ഒറ്റ വരികളിലാണ്. അപ്പോൾ ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി എന്നാണ്. അങ്ങനെയുള്ള സകല ദേവതകളും സ്തുതിക്കപ്പെടുന്ന വൈഭവ. വൈഭവം എന്നാൽ സർവവ്യാപിയായ ശക്തി വൈഭവത്തെ, അതായത് അമ്മയെ സ്തുതിക്കുന്നു എന്ന് തന്നെയാണ് സിമ്പിളായിട്ട്. എങ്ങനെയുള്ള അമ്മയാണ്? സർവവ്യാപിയായ വൈഭവം. മുൻപ് പറഞ്ഞു ഒരു വോയിഡ് വന്നു എന്ന് നമ്മൾ ഉള്ളിൽ. ആ ഉള്ളിലുള്ള വോയിഡ്, എംപ്റ്റിനെസ്, ആ ഒഴിവിനെ സർവശക്തിയായ അമ്മ സൃഷ്ടിക്ക് പാത്രമാക്കുന്നു. ആ ഒരു ക്ഷണം തിരിച്ചും അപ്പോൾ ഒരു റിവൈവൽ പ്രോസസ്സ് നടക്കുകയാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം നമുക്കറിയാം. എന്നാൽ മറ്റ് രണ്ട് വിഷയങ്ങളുണ്ട് ഇതിൽ. ഒന്ന്
റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, പിന്നൊന്ന് കൺസലേഷൻ. അപ്പോൾ ആദ്യം ഒരു കാമങ്ങളെ കൃത്യമായി ഉപയോഗിച്ച് നമ്മളുടെ സാന്ത്വനത്തെ അമ്മ കൊണ്ടുവരുന്നു. എന്നിട്ട് അതേ സാന്ത്വനത്താൽ അമ്മ നമ്മളെ പുനഃസ്ഥാപിക്കുന്നു. ഉള്ളിൽ പുറമേയുള്ള യുദ്ധവും ഉള്ളേയുള്ള യുദ്ധവും അമ്മ കൃത്യമായി കാമങ്ങളെ ഏകീകരിച്ച് കൊണ്ടുപോകുന്നു. കാമത്തിൽ അധപ്പതിക്കാതെ കാമങ്ങളെ ശക്തിയായി മാറ്റുന്നു. അതിനാൽ അമ്മ ശക്തിയാണ്. കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുരശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവസംസ്തുത വൈഭവ. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.